ഹായ്, സോ ദിസ് ഈസ് സൂപ്പർ 30. നമ്മൾ ലോസ് ഓഫ് മോഷനിലെ അഡ്വാൻസിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യും. സോ വി ഷാൽ ഗോ ഫോർ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എ സ്പെരിക്കൽ ബോഡി ഓഫ് മാസ് 100 gram. നമ്മുടെ കയ്യിലൊരു സ്പെരിക്കൽ ബോഡി ഉണ്ട്. ഇതിൻ്റെ മാസ് എത്രയും ചോദിച്ചാൽ നിങ്ങൾ പറയും സാർ 100 gram, അതായത് 0.1 kg മാസ്. ഓക്കെ, ഇനി നമ്മൾ ഡ്രോപ്പ്ഡ് ഫ്രം എ ഹൈറ്റ് ഓഫ് 10 meter ഫ്രം ദ ഗ്രൗണ്ട്. അപ്പോൾ ഗ്രൗണ്ടിൽ നിന്നും ഒരു 10 meter ഹൈറ്റിൽ നിന്നും കണ്ടോ 10 meter ഹൈറ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു, ഡ്രോപ്പ് ചെയ്തു. ബാക്കി വായിക്കാം. ആഫ്റ്റർ ഹിറ്റിംഗ് ദ ഗ്രൗണ്ട് ദ ബോഡി റീബൗണ്ട്സ് ടു എ ഹൈറ്റ് ഓഫ് 5 meter. അപ്പോൾ ഇവിടെ വന്ന് ഇടിച്ചു കഴിയുമ്പോൾ ഇയാൾ എന്ത് ചെയ്തു, തിരിച്ച് റീബൗണ്ട് ചെയ്തു, വന്നിടിച്ചിട്ട് തിരിച്ച് മുകളിലേക്ക് പൊന്തി. എത്ര മീറ്റർ പോയി? 5 meter മുകളിലേക്ക് പൊന്തി. ഇഫ് ദി ഇമ്പൾസ് ഓഫ് ഫോഴ്സ് ഇമ്പാർട്ടഡ് ബൈ ദ ഗ്രൗണ്ട് ടു ദ ബോഡി ഈസ് ഗിവൺ ബൈ ദ ഇമ്പൾസ് ഓഫ് ഫോഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ഇമ്പൾസ് ഓഫ് ഫോഴ്സ്, അതായത് ഇമ്പൾസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇമ്പൾസിൻ്റെ ഇക്വേഷൻ എന്താ സാറേ? ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ മൊമെൻ്റം ആണ്, അതായത് m/v - u അല്ലേ. മാസ് നമ്മളിലുണ്ട്, നമുക്ക് ഈ വെലോസിറ്റികൾ രണ്ടും കണ്ടുപിടിക്കണം. ഓക്കെ, സോ ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. ഇവിടെ ഇങ്ങോട്ടേക്ക് വരുന്ന വെലോസിറ്റി, ഓക്കെ, വന്നിടിക്കുന്ന വെലോസിറ്റി, അതിനെ നമുക്ക് u എന്ന് വിളിക്കാം. ഇനീഷ്യൽ വെലോസിറ്റി, വന്നിടിക്കുന്ന വെലോസിറ്റി. ഇതെങ്ങനെയാണ് സാർ കണ്ടുപിടിക്കുക? നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ ഡ്രോപ്പ് ചെയ്യണം അല്ലേ, ബോഡീനെ ഡ്രോപ്പ് ചെയ്യണം എന്നാണ് പറയുന്നത്. അതായത് ഇനീഷ്യൽ വെലോസിറ്റി എത്രയായിരിക്കും? 0. അപ്പോൾ 0 ഇനീഷ്യൽ വെലോസിറ്റിയിൽ ഒരു സാധനം h1 ഹൈറ്റിലേക്ക് വന്ന് വീണ് കഴിഞ്ഞാൽ, 0 ഇനീഷ്യൽ വെലോസിറ്റിയിൽ ഒരു സാധനം h1 ഹൈറ്റിലേക്ക് വന്ന് വീണ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് √2gh1 ആയിരിക്കും. നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. സാർ താഴത്തേക്കല്ലേ വരുന്നത്, താഴത്തേക്കുള്ളതൊക്കെ എപ്പോഴും നമ്മൾ എന്തായിട്ട് എടുക്കണം? നെഗറ്റീവായിട്ട് എടുക്കണം. ഓക്കെ, സോ നമ്മുടെ u എന്ന് പറയുന്നത് എന്തായിരിക്കും? -2gh1 ഇതിൻ്റെ റൂട്ടായിരിക്കും. വാല്യൂസ് നമുക്ക് പിന്നിട്ട് കൊടുക്കാം. ഇനി ഇവിടെ തിരിച്ചു പോകുന്ന വെലോസിറ്റി, ഇവിടെ നിന്ന് റീബൗണ്ട് ചെയ്യുന്ന വെലോസിറ്റി, അതിനെ നമുക്ക് v എന്ന് എടുക്കാം. ഓക്കെ, ഇതെങ്ങനെയാണ് സാർ കണ്ടുപിടിക്കുക? ഇവിടെ ശ്രദ്ധിക്കുക, ഇതിങ്ങനെ പോയി മാക്സിമം ഹൈറ്റിലെത്തി 5 meter കഴിയുമ്പോൾ ഇതിൻ്റെ വെലോസിറ്റി എത്രയാവും? 0 ആവും. അപ്പോൾ ഇവിടെ നമുക്ക് h2 ഹൈറ്റിൽ വെലോസിറ്റി എന്തായിടാ? 0 ആയി. ഓക്കെ, അപ്പോൾ വെലോസിറ്റി 0 ആവുന്ന ഈ സിറ്റുവേഷനിൽ ഇവിടെയും നമുക്ക് വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്തായിട്ട് എടുക്കാം? 2gh2 എന്നെടുക്കാം. ഓക്കെ, അപ്പോൾ സാർ അത് മുകളിലേക്കല്ലേ, അതുകൊണ്ട് ആ വെലോസിറ്റി പോസിറ്റീവായിട്ട് എടുക്കാം. സോ v = √2 × g × h2 പോസിറ്റീവായിട്ട് എടുക്കുക. ഓക്കെ, സോ u കിട്ടി, v കിട്ടി. നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ മാസ് ഇൻറ്റു വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി, വിക്ക് പകരം എന്ത് ചെയ്യാം? √2gh2. ഓക്കെ, എന്നിട്ട് ഈ മൈനസ് സൈൻ ഉണ്ട്, എന്നിട്ട് ഈ ഒരു മൈനസും കൂടി ഉണ്ടല്ലേ. അപ്പോൾ ഇതെന്തായിട്ട് മാറി? പ്ലസ് ആയി. അപ്പോൾ √2gh1 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് √2 കോമൺ ആണ്, അപ്പോൾ അതിനൊക്കെ പുറത്തെടുക്കാം. √2g കോമൺ, അകത്തുന്നുണ്ട്, അകത്തുള്ളത് √h2 + √h1 ആണല്ലേ. ഇനി നമുക്ക് വാല്യൂസ് ഇട്ട് കൊടുക്കാം. എമ്മിൻ്റെ വാല്യൂ എത്ര? മാസ് 0.1 ആണ്. ദെൻ √2 × ജിയുടെ വാല്യൂ 9.88 എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, എന്നാലും നമുക്ക് തൽക്കാലം 10 എന്ന് എടുക്കാം. ഓക്കെ, ശരി. പിന്നെ അകത്ത് എന്തുള്ളത്? √h2 എത്രയാടാ? h2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √5 + h1 എത്ര? √10. അപ്പോൾ ഇനി നമുക്ക് എളുപ്പത്തിൽ സിംപ്ലിഫൈ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇതിനെ √0.1 ഇതിന് നമുക്ക് എന്ത് ചെയ്യാം? ഇതിന് നമുക്ക് ഇത് √20 ആണല്ലേ, ആക്ച്വലി √20 ശരി, ഇങ്ങനെ കിടക്കട്ടെ. തന്നെ ഇവിടെ ഒന്നും കൂടെ എഴുതാം, എന്തെങ്കിലും ആവട്ടെ. √10 എന്ന് കിട്ടി അല്ലേ. ഇത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇതിന് നമുക്ക് 20 നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 4 × 5 എന്ന് എഴുതിക്കൂടെ? ഓക്കെ, അതിൽ നിന്ന് √4 × 5 എന്ന് എഴുതിക്കൂടെ? ശരി. അപ്പോൾ ഇവിടെ നമുക്ക് 4ൻ്റെ റൂട്ട് എടുക്കുമ്പോൾ 2 കിട്ടി, പിന്നെ √5 ഉണ്ട്, ശരിയല്ലേ. ഇൻറ്റു നമുക്ക് ഇതിൽ നിന്ന് √5നെ പുറത്തേക്ക് എടുത്താൽ, ഇതിൽ നിന്ന് √5നെ പുറത്തേക്ക് എടുത്താൽ അകത്ത് എന്തുള്ളത്? 1 + √2 ശരിയല്ലേ. ഇതെന്തായിട്ട് മാറി? √5 × √5 10, 10 × 2 √5 × √5 5, 5 × 2 10. ഓക്കെ, 10 × 0.1 എന്താ? 0.1. അതായത് സിംപ്ലി ഇതിങ്ങനെ കിട്ടിയല്ലേ. യെസ് ഓർ നോ? ഇതിൻ്റെ ആൻസർ എത്ര ആയിരിക്കടാ? ദിസ് ഈസ് 2.414 എന്ന് കിട്ടി. അതായത് ദിസ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു നമ്മുടെ ഓപ്ഷൻ ഡി വിൽ ബി ദ റൈറ്റ് ആൻസർ. ശരിയല്ലേ?
യെസ്. നൗ വി ഷാൽ ഗോ ഫോർ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ശ്രദ്ധിക്കാം. അടുത്ത ക്വസ്റ്റ്യനും 23 ക്വസ്റ്റ്യനാണ്, മെയിൻസിൻ്റെ ക്വസ്റ്റ്യനാണ്. ശ്രദ്ധിക്കാം. എ മെഷീൻ ഗൺ ഓഫ് മാസ് 10 kg ഫയേഴ്സ് 20 gram ബുള്ളറ്റ്സ് അറ്റ് ദ റേറ്റ് ഓഫ് 180 bullets per minute. ഇവിടെ നമുക്ക് പറയുന്നത് ഒരു മെഷീൻ ഗണ്ണുണ്ട്. മെഷീൻ ഗണ്ണിൻ്റെ മാസ്, അതിന് ക്യാപിറ്റൽ എം എന്ന് എടുക്കുകയാണ്. ഗണ്ണിൻ്റെ മാസ് അത് 10 kg ആണ്. ഓക്കെ, അത് ബുള്ളറ്റുകൾ ഫയർ ചെയ്യാണ്. ആ ബുള്ളറ്റുകളുടെ മാസിനെ ഞാൻ സ്മോൾ എം എന്ന് എടുത്തു. അത് 20 gram ആണ്. 20 gram എന്ന് പറയുമ്പോൾ 20 ഡിവൈഡഡ് ബൈ 1000 kg എന്ന് ഞാൻ എഴുതുകയാണ്. ശരി. ഇനി അത് വെടിവെക്കുന്ന റേറ്റ്, ഓക്കെ, റേറ്റ് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ഒരു മിനിറ്റിൽ അതെന്ത് ചെയ്യുന്നുണ്ട്? 150 ബുള്ളറ്റുകൾ വെച്ചാണ് വെടിവെക്കുന്നത്. അപ്പോൾ ഒരു സെക്കൻഡിൽ എത്ര ബുള്ളറ്റ് വരും? ഒരു സെക്കൻഡ് എന്ന് പറയുമ്പോൾ 150 ഡിവൈഡഡ് ബൈ 60 ചെയ്യുമ്പോൾ നമുക്ക് 3 ബുള്ളറ്റാണ് അത് ഒരു സെക്കൻഡിൽ വെടിവെക്കുക. അത് മനസ്സിലായി? ശരി. ഇനി നമുക്ക് എന്താ ചോദിച്ചിരിക്കുന്നത്? ഒരു കാര്യം കൂടെ, സ്പീഡ് ഓഫ് ബുള്ളറ്റും കൂടെ പറഞ്ഞിട്ടുണ്ട്. ബുള്ളറ്റിൻ്റെ സ്പീഡ് ഞാൻ സ്മോൾ വി ആയിട്ട് എടുക്കുക. ബുള്ളറ്റിൻ്റെ സ്പീഡ് എത്രയാണ്? 100 m/s എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയെങ്കിൽ റീകോയിൽ വെലോസിറ്റി ഓഫ് ഗണ്ണിൻ്റെ റീകോയിൽ വെലോസിറ്റി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിവിടെ നമുക്ക് എന്താണ് ചെയ്യാനായിട്ട് പറ്റുക? ഇവിടെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് നമ്മുടെ ഗണ്ണ്, ഇതാണ് നമ്മുടെ ബുള്ളറ്റെങ്കിൽ ബുള്ളറ്റ് അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഗണ്ണ് എന്ത് ചെയ്യും? ഇങ്ങോട്ടേക്ക് വരും അല്ലേ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ബുള്ളറ്റിന് അങ്ങോട്ടേക്കുള്ള മൊമെൻറ്റം എന്താ? അതിൻ്റെ മാസ് ഇൻറ്റു അതിൻ്റെ വെലോസിറ്റി. അതായിരിക്കും എന്ത്? ഗണ്ണിന് ഇങ്ങോട്ടേക്കുള്ള മൊമെൻറ്റം. ഓക്കെ, ഗണ്ണിൻ്റെ മൊമെൻറ്റം എന്താ? ഗണ്ണിൻ്റെ മാസ് ക്യാപിറ്റൽ എം ഇൻറ്റു ഗണ്ണിൻ്റെ വെലോസിറ്റി. ഇത് കണ്ടോ? ഇത് ഉപയോഗിച്ചാണ് നമ്മൾ സോൾവ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. സോ ഇവിടെ ക്യാപിറ്റൽ എമ്മിൻ്റെ വാല്യൂ നമുക്കറിയാം, 10 ഇൻറ്റു ക്യാപിറ്റൽ വി. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. റീകോയിൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഗണ്ണ് ഇങ്ങോട്ടേക്ക് വരുന്ന വെലോസിറ്റി, അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ മാസ് ഓഫ് ബുള്ളറ്റ് എത്രയാണ്? മാസ് ഓഫ് ബുള്ളറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 ഡിവൈഡഡ് ബൈ 1000 ഇൻറ്റു വെലോസിറ്റി ഓഫ് ബുള്ളറ്റ് എത്രയാടാ? വെലോസിറ്റി ഓഫ് ബുള്ളറ്റ് 100 ഓക്കെ, ഇനി നമ്മൾ ഒരു സെക്കൻഡിന് വേണ്ടിയിട്ടാണ് ഈ ഇക്വേഷൻ എഴുതുന്നത് കേട്ടോ. ഒരു സെക്കൻഡിന് വേണ്ടിയിട്ടാണ് ഈ ഇക്വേഷൻ എഴുതുന്നത്. അപ്പോൾ ഒരു സെക്കൻഡിൽ നോക്കടാ 3 ബുള്ളറ്റാണ് പോകുന്നത്. ഇത് ഒരു ബുള്ളറ്റിൻ്റെ കഥ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു സെക്കൻഡിന് വേണ്ടി എഴുതുമ്പോൾ ഇവിടെ ഒരു ഇൻറ്റു എന്നും കൂടെ വേണം. ഒരു സെക്കൻഡിൽ എത്ര ബുള്ളറ്റ് പോകുന്നുണ്ട്? 3 ബുള്ളറ്റ്. അതും കൂടെ ഇവിടെ എഴുതണം. ഓക്കെ, അപ്പോൾ നമുക്കിത് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 0 0 0 0. ഓക്കെ, വി വെലോസിറ്റി എന്തായിരിക്കും? 6/10, അതായത് 0.6 m/s ആയിരിക്കും വെലോസിറ്റി. ഓപ്ഷൻ ഡി വിൽ ബി ദ റൈറ്റ് ആൻസർ. ഓക്കെ, നൗ വി ഷാൽ ഗോ ഫോർ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അഡ്വാൻസറിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഇത് കേട്ടോ. 2007 അഡ്വാൻസിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിക്കാം. എ പാർട്ടിക്കിൾ മൂവ്സ് ഇൻ ദ XY പ്ലെയിൻ അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് എ ഫോഴ്സ് സച്ച് ദാറ്റ് ഇറ്റ്സ് ലീനിയർ മൊമെൻറ്റം ഈസ്. നമുക്കിവിടെ മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. അതൊന്ന് എടുത്തെഴുതിയാലോ? മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്, ഞാൻ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതട്ടെ. എനെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യട്ടെ, അല്ലെങ്കിൽ വേണ്ട, ഇതുപോലെ തന്നെ എഴുതാം. എ ഇൻറ്റു കോസ് KT I ക്യാപ്പിൽ മൈനസ് സൈൻ KT J ക്യാപ്പിൽ. ഓക്കെ, എയും കെയും ഒക്കെ കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എയും കെയും കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ട ആംഗിൾ ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് മൊമെൻറ്റം. ഫോഴ്സിനും മൊമെൻറ്റത്തിനും ഇടയിലുള്ള ആംഗിളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആംഗിൾ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം ഫോഴ്സ് കണ്ടുപിടിക്കാം. ഫോഴ്സ് എങ്ങനെയാണ് സാർ കണ്ടുപിടിക്കുക? മൊമെൻറ്റത്തിൽ നിന്ന് ഫോഴ്സ് കണ്ടുപിടിക്കാൻ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ dp/dt ചെയ്താൽ മതി. മൊമെൻറ്റത്തിന് എന്ത് ചെയ്താൽ മതി? ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി. നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ടൈം കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. എന്താ കിട്ടുക? സാർ എ കോൺസ്റ്റൻ്റ് ആണ്, അതുപോലെ തന്നെ എഴുതി. ഇനി കോസ് KT ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുക? സാർ കോസിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുക? മൈനസ് സൈൻ KT എന്ന് കിട്ടും അല്ലേ? ഇത് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ടൈമിൻ്റെ കൂടെ ടിയുടെ കോയിഫിഷ്യൻ്റ് ആയിട്ടുള്ള K കൊണ്ട് ഇൻറ്റു ചെയ്യണം. ഡിഫറൻസിയേഷനാണ്. ദെൻ ഈ മൈനസ് സൈൻ അതുപോലെ തന്നെ ഇട്ടു. എന്നിട്ട് സൈൻ KTനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുക? കോസ് KT എന്ന് കിട്ടും അല്ലേ? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ടിയുടെ കൂടെയുള്ള Kനെ കൊണ്ട് ഇൻറ്റു ചെയ്യണം. ഓക്കെ, സാർ ഇവിടെ I ക്യാപ്പ് ഉണ്ടല്ലോ, അത് എഴുതണം. I ക്യാപ്പ് അവിടെ ഉണ്ട്, ഇവിടെ J ക്യാപ്പ് ഉണ്ട്, അപ്പോൾ അതും കൂടെ എഴുതണം കേട്ടോ. ഓക്കെ, ഏനെ പുറത്ത്, പിന്നെ ഇവിടെ ഇത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു J ക്യാപ്പ് അതും കൂടെ എഴുതണം. ഓക്കെ, ഇങ്ങനെ കിട്ടും. ശരിയല്ലേ? ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. ഇനി ആംഗിൾ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ട കാര്യം, എവിടെ ആംഗിൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഡോട്ട് പ്രൊഡക്റ്റാണ് കണ്ടുപിടിക്കേണ്ടത്. ആംഗിൾ ചോദിക്കുന്നിടത്തൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? അതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കണം. സോ നമുക്ക് എന്ത് ചെയ്യാം? ഈ രണ്ടുപേരും ഡോട്ട് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാം. എങ്ങനെയാണ് സാർ കണ്ടുപിടിക്കുക?
വെക്ടർ ഫോമിലല്ലേ ഡോട്ട് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യുക? എ എവിടേക്ക് എടുക്കട്ടെ, എ പുറത്തുണ്ട്, ബാക്കിയുള്ളവരെ നമുക്ക് കണ്ടുപിടിക്കാം. നമ്മൾ എന്ത് ചെയ്യണം? ഐയുടെ കമ്പോണൻറ്റ്, ഇവിടെ ഐയുടെ കൂടെയുള്ള കമ്പോണൻറ്റ് ഇത്, ഇവിടെ ഐയുടെ കൂടെയുള്ള കമ്പോണൻറ്റ് ഇത്. ഐയുടെ കമ്പോണൻറ്റുകൾ എന്ത് ചെയ്യും? മൾട്ടിപ്ലൈ ചെയ്യും. ശരിയല്ല? ഐയുടെ കമ്പോണൻറ്റുകൾ മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് കിട്ടുക? എന്ത് കിട്ടൂടാ? ഇവിടെ ഒരു പറയൂ ഇവിടെ മൈനസ് സൈൻ കിട്ടി, ഇവിടെ കോസ് കിട്ടി അല്ലേ? അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? മൈനസ്, സാർ ഇവിടെ ഒരു കെ ഉണ്ട്, പിന്നെ എന്തുണ്ട്? ഒരു സൈൻ കിട്ടി ഉണ്ട് ഇൻറ്റു കോസ് കിട്ടി. ഇങ്ങനെ കിട്ടില്ലേ? ശരി, കിട്ടി. ഇനി ഇവിടെ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് മൈനസുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് പ്ലസ് ആയി. ബാക്കി എന്തൊക്കെ ഉണ്ടാവുക? സാർ ഇവിടെ ഒരു കെ ഉണ്ട്, കെ ഇൻറ്റു കോസ് കിട്ടി ഇൻറ്റു സൈൻ കിട്ടി എന്ന് കിട്ടും അല്ലേ? സാർ ഇവിടെ ഐ ക്യാപ്പും ജെ ക്യാപ്പൊക്കെ ഡോട്ട് എടുക്കുമ്പോൾ പോയി, അതുകൊണ്ട് അതൊന്നും എഴുതിയിട്ടില്ല. ഡോട്ട് എടുക്കുമ്പോൾ ഐ ക്യാപ്പും ജെ ക്യാപ്പൊക്കെ പോയി. നിങ്ങളൊന്ന് കൂട്ടി നോക്കിയത് എന്താ സംഭവം? രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? 0. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? 0. ശരിയല്ലേ? നോക്കിയൊന്ന്, രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 0 കിട്ടും. അതായത് ദിസ് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു 0, അതായത് ഡോട്ട് പ്രൊഡക്റ്റ് 0 എന്ന് കിട്ടി. ഞാൻ ചോദിക്കട്ടെ, ഡോട്ട് പ്രൊഡക്റ്റ് എപ്പോഴാണ് 0 ആവുക? രണ്ട് വെക്ടറുള്ള ഡോട്ട് പ്രൊഡക്റ്റ് എപ്പോഴാണ് 0 ആവുക? തീറ്റ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആകുമ്പോൾ അല്ലേ? അപ്പോൾ ഡയറക്റ്റായിട്ട് ആൻസർ കിട്ടി, അതൊന്നും ചെയ്യേണ്ടി വന്നില്ല, ഇവിടെ തന്നെ ആൻസർ കിട്ടി. ഡോട്ട് പ്രൊഡക്റ്റ് 0 ആയി പപ്പന്നെ മനസ്സിലായി. ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി. ഓക്കെ, നൗ വി ഷാൽ ഗോ ഫോർ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതും അഡ്വാൻസ്ഡിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, അഡ്വാൻസ്ഡിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിക്കാം. എ പാർട്ടിക്കിൾ ഓഫ് മാസ് എം ഈസ് മൂവിങ് ഇൻ ദ XY പ്ലെയിൻ സച്ച് ദാറ്റ് ഇറ്റ്സ് വെലോസിറ്റി അറ്റ് എ പോയിൻറ്റ് XY ഈസ് ഗിവൺ ബൈ. നമുക്കിവിടെ വെലോസിറ്റിയുടെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്താ കണ്ടോ? ഞാൻ എനുള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യട്ടെ. അപ്പോൾ എന്താ കിട്ടുക? AY I ക്യാപ്പ് പ്ലസ് 2 എനുള്ളിലേക്ക് എടുക്കുമ്പോൾ 2 ഇൻറ്റു AX J ക്യാപ്പ് എന്ന് കിട്ടി. ഓക്കെ, എന്നിട്ട് ചോദിച്ചിരിക്കുന്നത് ഇവിടെ എ എന്ന് പറയുന്നത് നോൺ സീറോ കോൺസ്റ്റൻ്റ് ആണ്. എ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താ? വാട്ട് ഈസ് ദ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ പാർട്ടിക്കിൾ? ഫോഴ്സ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ മാസ് എം ആൻ തന്നിട്ടുണ്ട്. സോ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് സാർ? മാസ് ഇൻറ്റു ആക്സലറേഷൻ. സോ നമുക്ക് വെലോസിറ്റി ഉപയോഗിച്ച് ആക്സലറേഷൻ കണ്ടുപിടിച്ച് ഇവിടെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ആൻസറായി. ഓക്കെ, അതിന് മുമ്പായിട്ട് ഞാനൊരു കുഞ്ഞു കാര്യം കൂടെ പറയാം. ഇവിടെ വെലോസിറ്റി തന്നിട്ടുണ്ടല്ലേ? വെലോസിറ്റിയുടെ ഐ ക്യാപ്പിൻ്റെ കൂടെ കിടക്കുന്നത് എന്തായിരിക്കും? ഇത് വെലോസിറ്റിയുടെ എക്സ് കമ്പോണൻ്റ് ആയിരിക്കും. ഐ ക്യാപ്പിൻ്റെ കൂടെ ഉള്ളത് എപ്പോഴും എക്സ് കമ്പോണൻ്റ് ആയിരിക്കും. ജെ ക്യാപ്പിൻ്റെ കൂടെ ഉള്ളത് എന്തായിരിക്കും? എപ്പോഴും വൈ കമ്പോണൻ്റ് ആയിരിക്കും. യെസ് ഓർ നോ? ശരി, അപ്പോൾ ഞാൻ പറയട്ടെ, ഇവിടെ വെലോസിറ്റിയുടെ എക്സ് കമ്പോണൻറ്റ് ഇതെങ്ങനെയാണ് കിട്ടുക? എക്സ് കമ്പോണൻറ്റ് കിട്ടാനായിട്ട് നമ്മൾ dx/dt ചെയ്യും അല്ലേ? അപ്പോൾ എക്സ് കമ്പോണൻറ്റ് നമുക്ക് ഇവിടെ എത്രയാണെന്ന് എഴുതിയിട്ടുണ്ട്? AY ആണ് എക്സ് കമ്പോണൻറ്റ്. ഓക്കെ, ഇനി വെലോസിറ്റിയുടെ വൈ കമ്പോണൻ്റ് എങ്ങനെ കിട്ടുക? dy/dt ചെയ്യുമ്പോഴാണ് വൈ കമ്പോണൻ്റ് കിട്ടുക. അത് എത്രയാണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്? പറ. 2AX ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ? ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ആക്സലറേഷൻ എങ്ങനെ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ നിങ്ങൾ പറയും സാർ ആക്സലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ dv/dt അല്ലേ? വെലോസിറ്റിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് എന്ത് കിട്ടും? ഇതാണ് നമ്മുടെ വെലോസിറ്റിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ആക്സലറേഷൻ കിട്ടും. ഇതിനോട് ഡിഫറൻഷ്യേറ്റ് ചെയ്തേ എന്താ കിട്ടുക? ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എ കോൺസ്റ്റൻ്റ് ആണ്, വൈനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം അല്ലേ? വൈ dy/dt. പിന്നെ ഐ ക്യാപ്പ് അതുപോലെ തന്നെ എഴുതുക, പ്ലസ് 2A കോൺസ്റ്റൻ്റ് ആണ്, എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ dx/dt എന്ന് എഴുതി. എന്നിട്ട് ജെ ക്യാപ്പ് അതുപോലെ തന്നെ എഴുതുക. അപ്പോൾ ആക്സലറേഷൻ എന്താണെന്ന് കിട്ടി? A ഇൻറ്റു സാർ dy/dt എന്ന് പറഞ്ഞാൽ എന്താ? പേനയുടെ മഷി കഴിഞ്ഞു. dy/dt എന്ന് പറഞ്ഞാൽ എന്താ? dy/dt എന്ന് പറഞ്ഞാൽ എന്താ സാർ? dy/dt എന്ന് പറഞ്ഞാൽ 2AX അല്ല, അത് എഴുതി കൊടുക്കുക. 2AX, പിന്നെ ഒരു ഐ ക്യാപ്പ് ഉണ്ട്, പ്ലസ് 2A ഇൻറ്റു dx/dt എന്താ സാർ? AY അല്ലേ? AY കൂടെ ഒരു ജെ ക്യാപ്പ് ഉണ്ട്, അതും കൂടെ എഴുതി കൊടുക്കുക. സോ ആക്സലറേഷൻ ഈസ് നത്തിങ് ബട്ട് 2AX ഐ ക്യാപ്പ് പ്ലസ് അല്ലേ 2A² ആണ്. ഇവിടെ 2A² ജെ ക്യാപ്പ് എന്ന് കിട്ടി. ഇത് ഇവിടെ കിട്ടിയ ആൻസറായി. F ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷനിൽ 2A² കോമൺ അല്ലേ? അതിന് ഞാൻ പുറത്തെടുത്തു, 2A² പുറത്തെടുത്തു. അകത്തെന്തുള്ളത് സാർ? എക്സ് ഐ ക്യാപ്പും ഉണ്ട് പ്ലസ് വൈ ജെ ക്യാപ്പ് ഉണ്ട്. സോ ഇതാണ് സാർ ഫോഴ്സിൻ്റെ ഇക്വേഷൻ. ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ടോ? 2ma² എക്സ് ഐ ക്യാപ്പ് വൈ ജെ ക്യാപ്പ്. ഓപ്ഷൻ എ വിൽ ബി ദ റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് പ്ലേലിസ്റ്റിലുണ്ടായിരിക്കും, അവിടെ പോയിട്ട് നോക്കുക. പോരാത്തതിന് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം.